ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുഖ്യമന്ത്രിമാരുമായി കോവിഡ് പ്രതിരോധവും വാക്സിൻ വിതരണവും ചർച്ച ചെയ്യും. ദേശീയ യുവജന പാർലമെന്റ് മേളയ്ക്ക് ഇന്ന് തുടക്കം. നാളെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്ത് കോവിഡ് മുക്തിനിരക്ക് 96.43%. കേരളത്തിൽ 4545 പേർക്ക് കൂടി കോവിഡ്. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിക്കും മുൻ എംഎൽഎ സി.എഫ്. തോമസിനും ചരമോപചാരമർപ്പിച്ച് കേരള നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയയും ഇന്ത്യയും സമനിലയിൽ. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് എടികെ മോഹൻ ബഗാൻ മുംബൈ സിറ്റി മത്സരം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് കോവിഡ് വാക്സിൻ നൽകുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തും. ശനിയാഴ്ചയാണ് വാക്സിൻ യജ്ഞം ആരംഭിക്കുന്നത്. രാജ്യത്തെ കോവിഡ് വ്യാപനവും പ്രതിരോധവും സംബന്ധിച്ചാണ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തുന്നത്. വൈകിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ചർച്ച. കോവിഡ് വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചാ വിഷയമാകും. വിശദാംശങ്ങളുമായി ദേവിപ്രിയ. വാക്സിൻ ഉപയോഗിക്കാൻ ഡ്രഗ്സ് കൺട്രോളർ അടിയന്തര അനുമതി നൽകിയതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രിയുടെ ചർച്ച. ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച് ഇന്ത്യയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉത്പാദിപ്പിക്കുന്ന കോവിഷീൽഡ്, ഐസിഎംആറിന്റെ സഹകരണത്തോടെ ഭാരത് ബയോടെക് നിർമ്മിച്ച ഇന്ത്യയുടെ സ്വന്തം കോവാക്സിൻ എന്നീ വാക്സിനുകൾക്കാണ് നിലവിൽ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകിയിട്ടുള്ളത്. വാക്സിൻ വിതരണം സുഗമമാക്കാൻ 61,000 പ്രോഗ്രാം മാനേജർമാരെ സജ്ജമാക്കിയിട്ടുണ്ട്. വാക്സിൻ കുത്തിവയ്ക്കുന്നതിന് 2 ലക്ഷം നഴ്സുമാരും മറ്റു സഹായങ്ങൾ നൽകുന്നതിനായി 3.7 ലക്ഷം പേർക്കും പരിശീലനം നൽകി കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ വാക്സിൻ ലഭ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർഷ് വർദ്ധൻ വ്യക്തമാക്കിയിരുന്നു. വാക്സിൻ മനുഷ്യരിൽ പ്രയോഗിക്കുന്നതിന് മുന്നോടിയായി രാജ്യമെമ്പാടും പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. കോവിഡ് പ്രതിരോധ മരുന്ന് വിതരണത്തിന്റെ തയ്യാറെടുപ്പുകൾ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വിലയിരുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 2 ദിവസത്തെ ദേശീയ യൂത്ത് പാർലമെന്റ് ഫെസ്റ്റിവലിന് ഇന്ന് തുടക്കം. നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത യുവതീ യുവാക്കൾ യൂത്ത് പാർലമെന്റിൽ പങ്കാളികളാകും. ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന നാഷണൽ യൂത്ത് പാർലമെന്റ് മത്സരത്തിൽ സംസ്ഥാനതല മത്സരങ്ങളിലെ 1ാം സ്ഥാനക്കാർ പങ്കെടുക്കും. സ്വാമി വിവേകാനന്ദനെക്കുറിച്ചുള്ള പ്രദർശനം, പ്രത്യേക സംഗീത പരിപാടി, വിവിധ മത്സരങ്ങളുടെ ദൃശ്യ ശ്രവ്യ പ്രദർശനം തുടങ്ങിയവയും പാർലമെന്റ് സെൻട്രൽ ഹാളിൽ അരങ്ങേറും. ഒരാഴ്ചത്തെ ദേശീയ യുവജനോത്സവത്തിന് നാളെ തുടക്കമാകും. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലാണ് യുവ ഉത്സാഹ് നയേ ഭാരത് കാ സംഘടിപ്പിക്കുന്നത്. ദേശപുരോഗതിക്കും വികസനത്തിനും യുവജനങ്ങളുടെ പങ്കാളിത്തം പ്രാധാന്യമർഹിക്കുന്നുവെന്ന് കേന്ദ്ര കായിക യുവജന ക്ഷേമ സഹമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ദേശീയ യുവജനോത്സവം യുവാക്കളിൽ ദേശീയ അവബോധം സൃഷ്ടിക്കണം. യുവാക്കളാണ് രാജ്യത്തിന്റെ വികസനത്തെ വഴിതിരിച്ചുവിടുന്ന ചാലക ശക്തിയെന്നും ദേശീയ യുവജനോത്സവം യുവാക്കളെ അതിന് പ്രോത്സാഹിപ്പിക്കുമെന്നും ശ്രീ റിജിജു പറഞ്ഞു. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 16,000-ത്തിലധികം രോഗികൾ കോവിഡ് മുക്തരായി. ഇതോടെ കോവിഡ് മുക്തി നിരക്ക് 96.43%-ലെത്തി. ആകെയുള്ള കോവിഡ് മുക്തരുടെ എണ്ണം 1,92,000 കടന്നു. നിലവിൽ 2,22,000 പേരാണ് രോഗികളായുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ പുതുതായി 16,311 പേർക്ക് കൂടി കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്തതോടെ ഇതുവരെ രോഗം പിടിപെട്ടവരുടെ എണ്ണം 1,04,66,000 കടന്നു. രാജ്യമെങ്ങും കോവിഡ് വാക്സിൻ വിതരണം ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി വരുന്നു. ആരോഗ്യ പ്രവർത്തകരും കോവിഡ് മുൻനിര പോരാളികളുമടക്കമുള്ള ഏകദേശം 3 കോടി പേർക്കാണ് ആദ്യം വാക്സിൻ നൽകുന്നത്. തുടർന്ന് 50 വയസ്സിന് മുകളിലുള്ളവർക്കും 50 വയസ്സിന് താഴെ മറ്റ് ഗുരുതര രോഗമുള്ളവർക്കും വാക്സിൻ ഉറപ്പാക്കും. കേരളത്തിൽ കോവിഡ് വാക്സിൻ പ്രയോഗം വിജയകരമായി നടപ്പിലാക്കുന്നതിന് കർമ്മ പദ്ധതി തയ്യാറാക്കിയതായി ആരോഗ്യമന്ത്രി കെ ശൈലജ അറിയിച്ചു. 133 കേന്ദ്രങ്ങളാണ് വാക്സിൻ നൽകുന്നതിനായി സജ്ജമാക്കുന്നത്. എറണാകുളം ജില്ലയിലാണ് ഏറ്റവുമധികം കേന്ദ്രങ്ങളുള്ളത്. കേരളത്തിൽ ഇന്നലെ 4,545 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4,659 പേർ രോഗമുക്തി നേടി. 23 മരണങ്ങളും ഇന്നലെ സ്ഥിരീകരിച്ചു. 45,695 സാമ്പിളുകൾ പരിശോധിച്ചു. സംസ്ഥാനത്തെ കോവിഡ് സ്ഥിരീകരണ നിരക്ക് 9.95%. യുകെയിൽ നിന്ന് വന്ന 3 പേർക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചു. 64,179 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. കർണാടകയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 792 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. 593 പേർ രോഗത്തിൽ നിന്ന് മുക്തി നേടി. 2 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. നിലവിൽ
9,649 പേരാണ് കോവിഡ് ബാധിച്ച് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. രാജ്യവ്യാപകമായി ആരംഭിക്കുന്ന കോവിഡ് വാക്സിൻ യജ്ഞത്തിന്റെ ആദ്യഘട്ടത്തിൽ കർണ്ണാടകത്തിന് മാത്രമായി 13.90 ലക്ഷം വാക്സിൻ ഡോസുകൾ ലഭിക്കുമെന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി ഡോക്ടർ കെ സുധാകർ അറിയിച്ചു. ഈ മാസം 16-ന് രാജ്യവ്യാപകമായി ആരംഭിക്കുന്ന കോവിഡ് വാക്സിൻ യജ്ഞത്തിന് ഒഡീഷ പൂർണ്ണ സജ്ജമായി. സംസ്ഥാനത്ത് 160 കേന്ദ്രങ്ങൾ ഇതിനായി ഒരുക്കിക്കഴിഞ്ഞു. ഓരോ കേന്ദ്രം വഴിയും 100 ആരോഗ്യ പ്രവർത്തകർക്ക് വീതം വാക്സിൻ നൽകാനുള്ള തയ്യാറെടുപ്പാണ് നടത്തിയിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. കേരള നിയമസഭ ഇന്ന് അന്തരിച്ച മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിക്കും ചങ്ങനാശ്ശേരി മുൻ എംഎൽഎ CF തോമസിനും ചരമോപചാരം അർപ്പിച്ചു. രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രണബ് മുഖർജി പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിൽ അസാമാന്യമായ വൈഭവം കാഴ്ചവച്ചിരുന്നതായി സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അനുസ്മരിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പകരം വയ്ക്കാനില്ലാത്ത അതുല്യ നേതാവിനെയാണ് അദ്ദേഹത്തിന്റെ നിര്യാണത്തിലൂടെ നഷ്ടമായതെന്നും അദ്ദേഹം പറഞ്ഞു. വിനയപൂർവ്വമുള്ള പെരുമാറ്റത്തിലൂടെയും ലളിത ജീവിതത്തിലൂടെയും ജനഹൃദയങ്ങളിൽ ഇടം നേടിയ CF തോമസ് സംശുദ്ധനായ രാഷ്ട്രീയ നേതാവും മാതൃകാ പൊതുപ്രവർത്തകനുമായിരുന്നതായും സ്പീക്കർ പറഞ്ഞു. രാജ്യത്ത് ഖാരിഫ് വിളവെടുപ്പുമായി ബന്ധപ്പെട്ട് നെല്ല് സംഭരണം പുരോഗമിക്കുന്നു. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണ്ണാടക തുടങ്ങിയ 20 സംസ്ഥാനങ്ങളിലെ 70 ലക്ഷത്തോളം നെൽ കർഷകർക്ക് താങ്ങുവില ഇനത്തിൽ 1 ലക്ഷം കോടി രൂപയിലേറെ ലഭിച്ചതായി കേന്ദ്ര കൃഷി മന്ത്രാലയം അറിയിച്ചു. ഏകദേശം 532 ലക്ഷം ടൺ നെല്ലാണ് ഇതുവരെയായി താങ്ങുവില നൽകി സംഭരിച്ചത്. പക്ഷിപ്പനി ബാധിത സംസ്ഥാനങ്ങൾക്ക് രോഗവ്യാപനം കുറയ്ക്കാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളുമായി കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ്. നിലവിൽ കേരളം ഉൾപ്പെടെ 7 സംസ്ഥാനങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതി കേന്ദ്ര സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. പക്ഷിപ്പനി സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് ഒഴിവാക്കാൻ സംസ്ഥാനങ്ങൾ നടപടി കൈക്കൊള്ളണമെന്ന് കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു. രാജ്യത്തെ മൃഗശാലകളിൽ നിന്നുള്ള പ്രതിദിന റിപ്പോർട്ട് കേന്ദ്ര മൃഗശാല അതോറിറ്റിക്ക് നൽകണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. 51ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ശനിയാഴ്ച ഗോവയിൽ ആരംഭിക്കും. ഒരു റിപ്പോർട്ട്. ഈ മാസം 24 വരെ നടക്കുന്ന മേളയിൽ വിവിധ പരിപാടികൾ OTT പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ചലച്ചിത്രമേള നടക്കുന്നത്. ലോകമെമ്പാടുമുള്ള ചിത്രങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവ മേളയുടെ ഭാഗമാകും. ചലച്ചിത്രങ്ങളും ഇതോടനുബന്ധിച്ച് നടക്കുന്ന ചർച്ചകളും OTT സംവിധാനത്തിലൂടെ ജനങ്ങൾക്ക് കാണാൻ സാധിക്കും. ബംഗ്ലാദേശാണ് ഈ വർഷത്തെ മേളയുടെ ശ്രദ്ധാകേന്ദ്രം. ചലച്ചിത്ര രംഗത്ത് ബംഗ്ലാദേശിന്റെ മികവും സമഗ്ര സംഭാവനകളും മേളയിൽ ആദരിക്കപ്പെടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സിഡ്നിയിൽ ഇന്ത്യ ഓസ്ട്രേലിയ 3ാം ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം സമനിലയിൽ അവസാനിച്ചു. നിലവിൽ പരമ്പര 1-1 എന്ന നിലയിലാണ്. 5 വിക്കറ്റ് നഷ്ടത്തിൽ 334 റൺസ് നേടിയാണ് ഇന്ത്യ സമനിലയിലെത്തിയത്. ISL ഫുട്ബോളിൽ ഇന്ന് ATK മോഹൻ ബഗാൻ മുംബൈ സിറ്റിയുമായി ഏറ്റുമുട്ടും. ഗോവയിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂരിനെ 2-3 ഗോളുകൾക്ക് കീഴടക്കി. ഒഡീഷ FC ചെന്നൈയിൻ FC മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ ഇന്ന് പകൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കഴിഞ്ഞ ദിവസം നഗരത്തിലെ പകൽ താപനില 6-നും 17 ഡിഗ്രിക്കും മധ്യേയായിരുന്നു. മുംബൈയിൽ ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ചെന്നൈയിലും ആകാശം മേഘാവൃതവും ഇടയ്ക്ക് ചെറിയ തോതിൽ മഴയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ കൊൽക്കത്തയിൽ പൊതുവെ തെളിഞ്ഞ അന്തരീക്ഷമായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മുഖ്യമന്ത്രിമാരുമായി കോവിഡ് പ്രതിരോധവും വാക്സിൻ വിതരണവും ചർച്ച ചെയ്യും. ദേശീയ യുവജന പാർലമെന്റ് മേളയ്ക്ക് ഇന്ന് തുടക്കം. നാളെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്ത് കോവിഡ് മുക്തിനിരക്ക് 96.43%. കേരളത്തിൽ 4545 പേർക്ക് കൂടി കോവിഡ്. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിക്കും മുൻ എംഎൽഎ CF തോമസിനും ചരമോപചാരം അർപ്പിച്ച് കേരള നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 3ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയയും ഇന്ത്യയും സമനിലയിൽ. ISL ഫുട്ബോളിൽ ഇന്ന് ATK മോഹൻ ബഗാൻ മുംബൈ സിറ്റി മത്സരം. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം
വൈകിട്ട് 6:30-ന്